ഈ ബീച്ചിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തിനും ശുചിത്വത്തിനും അന്താരാഷ്ട്ര തലത്തിലുള്ള ബ്ലൂ ഫ്ലാഗ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏത് ബീച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഹലോ, ഞങ്ങളങ്ങനെ ഇപ്സി ചെയ്ത് നമ്മളെങ്ങോട്ടാണ് പോണ? ഫിലിക്സ്റ്റോ ബീച്ചിലേക്ക് പോവാണ്. വൈശാഖ്, രേഷ്മ, ഞാന്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇനി ഒരു 9 മൈൽസ് 9 മൈൽസ് അവിടെ കാഴ്ചകൾ കാണിച്ചത്. ഇപ്സിച്ചിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് ഫിലിക്സ്റ്റോ ബീച്ചിലേക്ക്. വൈശാഖാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ സഫോക്കിലുള്ളൊരു ഫേമസ് ബീച്ചാണ് ഈ ഫിലിക്സ്റ്റോ ബീച്ച്. കുടുംബത്തോടൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മനോഹരമായ കടൽ തീരവും ചരിത്രപ്രസിദ്ധമായ ഗാർഡനുകളും പിന്നെ കപ്പലുകളുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയൊക്കെ ഉള്ള ഒരു മനോഹരമായ വ്ളോഗിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കടലിന് അഭിമുഖമായി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഗാർഡനുള്ള ഒരു ബീച്ചാണിത്. ഒരു സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട് ഞങ്ങൾ ആ ബീച്ചിലെത്തിയപ്പോഴത്തേക്ക്. ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് ഏത് ഫോണിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഫോണിൻ്റെ സൂമിങ് ടെസ്റ്റാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഫോണ് iPhone 15 Pro ആണ്. വൈശാഖിൻ്റെ മൊബൈലാണ് ഞാനിന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. നല്ലൊരു സണ്ണി ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിൻ്ററിൻ്റെ ടൈമിൽ ഇങ്ങനൊരു ഡേ ഇടയ്ക്ക് വരുന്നത് തന്നെ നല്ലതാണ്. നല്ലൊരു കളർഫുൾ ഡേ. ഇന്നൊരു ശനിയാഴ്ച ആയിട്ട് ഞങ്ങളിങ്ങനെ ഒരു ബീച്ച് സൈഡ് വാക്കിന് ഇറങ്ങിയതാണ്. ഈ ഓരോ ചെറിയ ഹട്ടുകൾ ആൾക്കാർ ഓൺ ചെയ്യുന്നതാണ്. ഇവര് സമ്മർ ടൈമിൽ ഇവരിവിടെ വന്നിട്ട് നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും. റെന്റിന് എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം, നമുക്ക് എത്ര ദിവസം വേണോ സ്റ്റേ ചെയ്യാം. ഡിപ്പെൻസ് ഓൺ. ഇവിടെ ഫെലിക്സ്റ്റോ ബീച്ചിൽ കടൽ കയറാറും ഇറങ്ങാറുണ്ട്. ഇവിടെ ഈ ഫെലിക്സ്റ്റോ ബീച്ച് ചില സമയത്ത് കടൽ കയറാറുണ്ട് വേലിയേറ്റത്തിന്റെ സമയത്ത്. അപ്പോൾ അവർക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ സ്റ്റേ ചെയ്യാറില്ല. ഇതുപോലത്തെ ഇത് റെന്റിന് നമുക്ക് വാങ്ങാല്ലേ? നമുക്ക് റെന്റിന് എടുക്കാം. നമുക്ക് റെന്റിന് എടുക്കാം. ഇത് ഓൺ ചെയ്ത ആൾക്കാരായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാം. ഇതിനകത്ത് ബെഡ് എല്ലാ കാര്യങ്ങളും സൂപ്പറാണ്. നമ്മുടെ ബീച്ചിൽ കൂടെ നടക്കുമ്പം ഉള്ളൊരു റെസ്റ്റോറൻ്റാണിത്. പിന്നെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ടോയ്ലറ്റ് ബേബി ചേഞ്ചിനൊക്കെ ഫെസിലിറ്റി ഉണ്ട്. ഒരു സണ്ണി ഡേ ആണെങ്കിൽ നമുക്കൊരു ബീച്ച് സൈഡ് വാക്ക്, പിന്നെ ഒന്ന് ഇവിടെ വന്ന് ഇരിക്കുന്ന ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇപ്സിലുള്ള. ഇപ്പം കടലിൽ ഇറങ്ങി കിടക്കുവാണ്. കടൽ വൈകുന്നേരം അസ്തമയം കഴിയുമ്പം കുറച്ചും കൂടെ കടലിൽ കയറിയിട്ട് ഏകദേശം വേണ്ട ഇവിടം വരെയൊക്കെ, ഈ ഭാഗം വരെയൊക്കെ, എൻ്റെ വിരലിരിക്കുന്ന ഭാഗം വരെയൊക്കെ കടൽ വരും. ഇത് കണ്ടോ, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കടൽ കാഴ്ചയൊക്കെ കണ്ടിട്ട് മനോഹരമായിട്ട് അസ്തമയമൊക്കെ എൻജോയ് ചെയ്തിരിക്കാം. സൗത്ത് ആൻഡ് നോർത്ത് ആൻഡ് 2 ബീച്ചാണ് ഇവിടെ ഉള്ളത്. സൗത്ത് ബീച്ച് കുടുംബങ്ങൾക്ക് അനുയോജ്യമായ മഴ നിറഞ്ഞൊരു ബീച്ചാണ്. നോർത്ത് ബീച്ച് കുറച്ചുകൂടി ശാന്തവും കല്ലുകൾ നിറഞ്ഞതുമാണ്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ് ഈ ഫിലിക്സ്റ്റോ പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ കപ്പലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാം. ഇവിടെ ഫിലിക്സ്റ്റോ ബീച്ചിൻ്റെ ഡോക്ക് ആ സൈഡിലോട്ടാണ്. ആ കപ്പൽ അങ്ങോട്ട് പോകുന്ന കപ്പൽ. ഇത് ഈ സൈഡ് ബീച്ച്. ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലോണും കാഴ്ചകളൊക്കെയാണ്. വൈശാഖേ, ബീച്ച് വാക്ക് എങ്ങനെയുണ്ട്? ബീച്ച് വാക്ക് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല വെതറായതുകൊണ്ട്. നല്ല വെതറായിരുന്നു, അത് ശരിയാണ്. നല്ല സണ്ണി. ഇനിയിപ്പോൾ എന്ത് പരിപാടി? ഇനി നമുക്ക് നേരെ ഒരു ഇപ്സ്വിച്ച് ടൗൺ സെന്ററിൽ ഒരു ചൈനീസ് ബൊഫേ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. ചൈനീസാ? ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ചൈനീസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ റെൻഡിൽഷാം ഫോറസ്റ്റിലോട്ട് പോവാം. അതൊരു നല്ല ഡ്രൈവാണ്, ലോങ് ഡ്രൈവാണ്. റെൻഡിൽഷാം ഫോറസ്റ്റിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു സമ്മറിൽ. അവിടെ ഈ UFO സൈറ്റിങ്സ് ഒക്കെ ഉള്ള, അതായത് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ഒക്കെ, ഏലിയൻസ് ഒക്കെ വരാറുണ്ടെന്നാണ് ഒരു കരക്കമ്പി. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം UFO എല്ലാം കിട്ടും നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചൈനീസ് ബൊഫെ. അപ്പോൾ ഇതൊക്കെയാണ് ഫിലിക്സ്റ്റോ ബീച്ചിലെ വിശേഷങ്ങൾ. ഇനി നേരെ
ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ലഞ്ച് ബൊഫയ്ക്കാണ് പോകുന്നത്. പിന്നെ ഈ കാഴ്ചകളൊക്കെ ബൊഫെ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു. പപ്പ പാണ്ട റെസ്റ്റോറൻറ്റ്, ഇതാണ് നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. ലഞ്ച് ബൊഫയാണ്. അപ്പം ഞങ്ങൾ ചെന്നു ഒരിടത്തുനിന്ന് പതിയെ സ്റ്റാർട്ട് ചെയ്തു. വൈശാഖ് ഫുഡ് ഓരോന്നായിട്ട് എടുത്തപ്പം അത് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു സ്റ്റാഫ് വന്നിട്ട് അത് ഷൂട്ട് ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം ഫുഡ് എടുക്കുന്നതൊന്നും ഷൂട്ട് ചെയ്തില്ല. കുറച്ച് ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. മേ ബി അവരുടെ മെനു അത് ഇങ്ങനെ പുറത്ത് പോകും, അല്ലെങ്കിൽ അതിങ്ങനെ വേറെ ആരെങ്കിലും അത് കോപ്പി അടിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി അവർക്കുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞതെന്നാണ് വൈശാഖ് പറഞ്ഞത്. നിങ്ങൾ ഈ കാണുന്നതൊരു ചൈനീസ് ടീ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ചൈനീസ് ടീ കുടിക്കുന്നത്. കുടിച്ചു നോക്കി. സംഭവം നമ്മളെ ഗ്രീൻ ടീയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. കയ്പ്പായിരുന്നു. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ കുടിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. എങ്ങനെയുണ്ട്? പപ്പടമാണോ രേഷ്മ? എവിടെ പോയാലും സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യുന്നത് മസ്റ്റാണല്ലോ. അപ്പോൾ ഞാനൊരു സൂപ്പ് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റാണ്. വൈശാഖ രണ്ടാമതൊക്കെ എടുത്ത്. ഇത് ചിക്കൻ വിങ്സ്, ഇത് പ്രോൺ ക്രാക്കേഴ്സ്, ഇത് ഓംലെറ്റ്, മഷ്റൂം ഇട്ട ഓംലെറ്റ് ആണ്. പിന്നെ സ്വീറ്റ് ആൻഡ് സോസ് കറി സോസ്. ഇത് ബനാന ഫ്രിറ്റേഴ്സ് എന്നുവെച്ചാൽ വാഴക്കപ്പോ, പഴംപൊരി ഉരുട്ടിയത്. അതിന് നീ ചോക്ലേറ്റ് നോക്കി കഴിക്കുന്നു. ഓക്കെ. സിംഗപ്പൂരിയൻ ഫ്രൈഡ് റൈസ്. പിന്നെ അത് സിംഗപ്പൂരിയൻ റൈസ് നൂഡിൽസ്. മെയിൻ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഡെസേർട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ വാനില ഐസ്ക്രീമിനെ ഒരു ടിപ്പിക്കൽ ഐസ്ക്രീം ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല വാനിലക്ക്. ആ, ഇതെന്താണ്? ചീസ് കേക്കാണോ? രണ്ടും ചീസ് കേക്ക്. ഓക്കെ. രേഷ്മ എല്ലാം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയിരിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ ബൊഫയൊക്കെ കഴിച്ച് ചൈനീസ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ലതായിരുന്നു. ലാസ്റ്റ് ഡെസേർട്ടും വൈശാഖിന് കുറച്ച് കൂടിപ്പോയി. നടക്കാൻ വയ്യ അവന്. ഇപ്പം സമയം ഏകദേശം 3:45 കഴിഞ്ഞ്. ഇപ്പം ഏകദേശം ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് നേരെ വൈശാഖിൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഡിന്നറൊക്കെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ രാത്രി ഡിന്നർ വൈശാഖിൻ്റെ ഒരു ഓൺ റിക്വസ്റ്റിൽ വൈശാഖ് PS5 ഒക്കെ വെച്ചിട്ട് GTA ഗെയിം കളിക്കുന്നൊരു വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതൊക്കെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.